ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒന്ന് തൃശ്ശൂർ പൂരമാണ്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് പോകണം അങ്ങനെയൊന്നും ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞ കാരണം കൊണ്ട് മാത്രം ഞാൻ പോയി. അപ്പോൾ പിന്നെ ആദ്യത്തിന് പൂരം കാണണമെന്ന് പറഞ്ഞാൽ ആദ്യത്തിനോടും കൂടി വരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഓഫീസിൽ പറഞ്ഞു എൻ്റെ മോനും കൂടി ഉണ്ടാവും പൂരത്തിന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നിട്ട് ജോലിയൊന്നും ചെയ്തൊന്നുമില്ല. പക്ഷേ നേരെ ഇറങ്ങി എല്ലാവരും കൂടി പൂരത്തിന് പോവുക. ചിലവർക്ക് മാത്രം അറ്റൻഡൻസ് ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ഏറെക്കുറെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ അധികം ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ വേഗം ഇറങ്ങി പൂരത്തിനൊക്കെ പോയി തിരിച്ച് വന്ന് ഫുഡൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീമും ബിരിയാണിയൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദിത്യനും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ഈ ഒരു സമയത്ത് ആദിത്യ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഗായത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ പൂരത്തിനെ പറ്റി ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാനായിട്ട്. അപ്പോൾ അത് കാരണം ഒന്ന് പറയണം കേട്ടോ. പോണ വഴിക്കിതാ ഞങ്ങൾ വെള്ളമൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ ഇഷ്ടം പോലെ വെള്ളമൊക്കെ നമുക്ക് കുടിക്കാൻ ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. ഒന്നും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തൊപ്പിയും വിശറൊക്കെ കിട്ടി, അതൊക്കെ പിടിച്ച് നടക്കുകയാണ്. അപ്പം ഇനി തൃശ്ശൂർ പൂരത്തിൻ്റെ ഐതിഹ്യം ഒന്ന് പറഞ്ഞു പോകണുള്ളൂ. ഏറെക്കുറെ എല്ലാവർക്കും അറിയുകയൊക്കെ ചെയ്യാം അതൊക്കെ. അപ്പോൾ ആറാട്ടുപുഴ പൂരം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ തൃപ്രയാറ് തേവർ വരുന്ന ഗുരുനാഥനെ കാണാൻ വരുന്നതാണ്. പൂരം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പൂരം എഴുന്നള്ളിപ്പിന് വരുമ്പോൾ കുറച്ച് ദേവീദേവന്മാരൊക്കെ എഴുന്നള്ളിച്ച് വരുന്ന സമയത്ത് അപ്പോൾ കൂടെ കുറേ ദേവീദേവന്മാരൊക്കെ വരും. പണ്ടൊക്കെ 101 ആനകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ പക്ഷേ അത്രയ്ക്കൊന്നും ആറാട്ടുപുഴ പൂരത്തിനില്ല. എന്നാലും ഞാൻ ആറാട്ടുപുഴ പൂരം കണ്ടിട്ടില്ല കേട്ടോ. അതും ഇവിടെ അടുത്ത് തന്നെയാണ്. അതൊരു ആഗ്രഹമാണ്. രാത്രിയാണ് കൂടുതൽ ആ പൂരം നടക്കുക എന്നാണ് പറയുന്നത്. ഈ പറയുന്നതൊക്കെയും പറഞ്ഞു കേട്ട അറിവ് മാത്രമാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ പൂരം എഴുന്നള്ളിച്ച് വരുമ്പോൾ മഴ പെയ്തപ്പോൾ പൂരം വരുന്നതുണ്ടല്ലോ, അത് ഒരു വീട്ടിൽ കയറി നിന്നു മഴ കൊള്ളാണ്ടിരിക്കാൻ. അപ്പോൾ അത് ക്രിസ്ത്യൻസിൻ്റെ വീടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അന്നൊക്കെ പണ്ട് കാലത്ത് ശക്തന്തപുരം ഭരണകാലത്തൊക്കെ അന്നൊക്കെ അങ്ങനെയാണല്ലോ, ജാതിയൊക്കെ ഭയങ്കര പ്രശ്നമുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ അത്ര ആൾക്കാരെ കൂട്ടില്ല, അങ്ങനെയൊക്കെയുള്ളൊരു രീതിയും വഴക്കും അങ്ങനെയൊക്കെ ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് ഇവിടെ ശക്തൻ തമ്പുരാൻ വടക്കുന്നാഥൻ്റെ മുൻപിൽ പാറമേക്കാവ് ദേവിയും തിരുവമ്പാടി ദേവിയും, ശരിക്കും തിരുവമ്പാടിയിൽ കൃഷ്ണനും കൂടിയുണ്ട്. അപ്പോൾ തിരുവമ്പാടി ദേവിയും കൂടി തമ്മിൽ നടക്കുന്ന ഒരു മത്സരം പോലെ, മത്സരം ഒന്നൊന്നുമില്ല. ആദ്യത്തെയോ രണ്ടാമത്തെയോ ഒക്കെ പൂരം നടന്നപ്പോൾ ഒരു കൂട്ടർ ഓലക്കുട നിവർത്തി, അപ്പോൾ ഒരു കൂട്ടർ ഉള്ള കുട നിർത്തി അത് പരിഹരിച്ചു. പിന്നത്തെ കൊല്ലം തുടങ്ങി കുടമാറ്റം വന്നു. അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ. അപ്പം അങ്ങനെ അതിൽ കുറേ ആൾക്കാരൊക്കെ, പിന്നെ ഇവിടെ അടുത്തുള്ള കുറച്ച് ദേവീദേവന്മാരൊക്കെ കുറച്ചധികം ആൾക്കാരൊക്കെ കൂടി അങ്ങനെയാണ് തൃശ്ശൂർ പൂരം ഉണ്ടായിരുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ള ഒരു അറിവ്. ചിലർക്കെങ്കിലും ബോറടിക്കുന്നുണ്ടാവും അല്ലേ. പിന്നെ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ പാറമേക്കാവ് ദേവിയും നെയ്തലക്കാവിലമ്മയും ഒന്നാണോ എന്നാണ്. അല്ല, നെയ്തലക്കാവിലമ്മ ഈ പൂരത്തിൽ പങ്കുകൊള്ളാൻ വരുന്ന ഒരു ദേവിയാണ്. പക്ഷേ തലേദിവസം തന്നെ വന്ന് നമ്മുടെ തെക്കോട്ടുള്ള നട തുറക്കണത് പൂരത്തിൻ്റെ അന്ന് അവിടുത്തെ ദേവിയുടെ കോലം കെട്ടിയ ആ ആനയായിരിക്കും, തടം പറ്റിയ ആനയായിരിക്കും കേട്ടോ. അത് പൂരത്തിന് മാത്രമാണ് ആ തെക്കേ ഗോപുരം തുറക്കുള്ളൂ. അപ്പോൾ അന്ന് അത് തുറക്കണത് നെയ്തലക്കാവിലമ്മേരെ തടം പറ്റിയ നമ്മുടെ കൊമ്പനാന ആണ് കേട്ടോ. പിന്നെ ഒരു വർഷം പൂരത്തിൻ്റെ ഐതിഹ്യങ്ങൾ അടങ്ങിയ ഒരു പുസ്തകം പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പുസ്തകം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട് പണിയുടെ സമയത്തൊക്കെ മാറിപ്പോയി, അതിപ്പോൾ കാണാനില്ല കേട്ടോ. അപ്പോൾ അതിൽ പറഞ്ഞിരുന്നത് പണ്ട് കാലങ്ങളിൽ കുറ്റം ചെയ്യുമ്പോൾ, ഓരോ കുറ്റങ്ങളൊക്കെ ചെയ്യുമ്പോൾ തെറ്റ് ചെയ്തതിന് ശിക്ഷയ്ക്ക് പകരമായിട്ട് ചെമ്പരത്തിമാല കഴുത്തിലിട്ടിട്ട് തെക്കേ ഗോപുരം നട തുറന്ന് അവിടെ നിന്ന് അങ്ങോട്ട് ആളെ പറഞ്ഞയക്കുന്നത് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കാടായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ആ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചതാണ്. അതിൽ എത്രത്തോളം ശരിയുണ്ടെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് ആ ഒരു കഥ പോലെ, ഒരു ഐതിഹ്യം പോലെ പറഞ്ഞു മാത്രം. ഇതിലൊക്കെ ഏറെക്കുറെയൊക്കെ ഞാൻ ജനിക്കുമ്പോൾ തുടങ്ങി കേൾക്കുന്ന കഥകളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഈ ബാക്കിയുള്ള നമ്മുടെ വെടിക്കെട്ടൊന്ന് കണ്ടു നോക്കിയാലോ.
പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരം വച്ച ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ശ്രീകുട്ടൻ പിന്നെ കൂട്ടുകാരൻ്റെ കൂടെ പൂരത്തിന് പോയിണ്ടായിരുന്നു. അതാണ് ബൈക്കിൽ കയറി പോണത് കാണിച്ചത്. ഞാൻ ആയത്തിന് അങ്ങനെ ജോലിക്ക് പോയപ്പോൾ അവനെയും കൂടിയും കൊണ്ടുപോയി ആ ഒരു വിഷമം തീർത്തു. പിന്നെ ആ ചിക്കൻ കറിയുടെ റെസിപ്പി എന്ന് പറയുന്നത് സിമ്പിൾ ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ച് ഉള്ളിയും വെളുത്തുള്ളിയും മൂപ്പിച്ച് പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പില എല്ലാം കൂടിയിട്ട് മൂപ്പിച്ചു. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ചിക്കൻ മസാല മാത്രമാണ് കേട്ടോ ഞാൻ സിമ്പിളായിട്ട് ചേർത്തിട്ടുള്ള, വേറെ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് പനി മാറി ആ ചുമയുണ്ടായിരുന്നു. ഈ വെയിലൊക്കെ മൊത്തം വെയിലൊക്കെ കൊണ്ട് നല്ല പരിവായിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ 2 ദിവസത്തേക്ക് തീരെ വയ്യാണ്ടായി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ മാത്രം ഞാനിന്ന് തട്ടിക്കൂട്ടി ഇടുന്നത്. വേറെ വീഡിയോ ഒന്നും എടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല കേട്ടോ. ഫുഡ് കഴിക്കാൻ തീരെ പറ്റണില്ല. പനിയൊക്കെ മാറി ചുമ കുറേശ്ശേ ഉള്ളൂ, പക്ഷേ ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല, ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഷൂട്ടിങ്ങും നമ്മുടെ വീട്ടിലെ ജോലികളും നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ പിടിച്ചു വെച്ച കുറച്ച് വീഡിയോ, ചെറിയൊരു വീഡിയോ മാത്രമാണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതിലേക്ക് സവോളയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി പിന്നെ ബാക്കി തക്കാളിയും കൂടി ഇട്ട് കണ്ടിട്ട് മൂടി വെച്ചു. സവോള പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഞാൻ സവോള ഇട്ടപ്പോൾ തന്നെ ഒന്ന് മൂടി വെച്ചു കേട്ടോ. എന്ന് വെച്ചാൽ ഒന്ന് ചെറുതായിട്ട് വഴണ്ടി കിട്ടുക വേണ്ടോ. പിന്നെ തക്കാളി ഇട്ടിട്ട് ഒരിത്തിരി വെള്ളം ഒഴിച്ച് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി. അപ്പോൾ പിന്നെ തക്കാളിയും സവോളയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് വഴണ്ട് ഒരു കുഴമ്പ് രൂപത്തിലാവുമല്ലോ. അപ്പോൾ പിന്നെ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഈ സുഗുണ ചിക്കനാണ് കേട്ടോ. അപ്പോൾ അതായിരിക്കുമ്പോൾ എന്ന് പറയുന്നത് അതിൻ്റെ എല്ലെങ്കിലും എല്ലാത്തിലും ഉണ്ടാവും, അതിൻ്റെ തൊലിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ നെയ്യൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്തിരി ചാറോട് കൂടിയാണ് ഈ ഒരു ചിക്കൻ കറി ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നാറ്. അപ്പോൾ അത് കാരണം പിള്ളേർ ഇത്തിരി ചാറോടുകൂടി മതി എന്ന് പറഞ്ഞു. തിളച്ച് കഴിഞ്ഞപ്പോൾ തുടങ്ങി എല്ലാവരും തിരിച്ചെടുത്തുകൊണ്ട് പോയിട്ടോ. കുറച്ച് ദിവസം ആയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ചിക്കൻ വാങ്ങിച്ചിട്ട്. അത് കാരണം പിന്നെ ഇപ്പോൾ ചിക്കൻ തിളയ്ക്കുമ്പോൾ എല്ലാവർക്കും ആ ഒരു സ്മെല്ല് കേൾക്കുമ്പോൾ ഇഷ്ടമല്ലേ. പിന്നെ എനിക്ക് മാത്രം വലിയൊരു ഇഷ്ടം തോന്നുന്നുണ്ടായിരുന്നില്ല. തീരെ ചിക്കൻ്റെ ഒരു സ്മെല്ലിനോടൊന്നും ഒരു ഇഷ്ടം ഉണ്ടായില്ല. പിന്നെ വെള്ളയപ്പം ഉണ്ടായിരുന്നു, രാവിലത്തെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതും കൂട്ടി കഴിക്കാമല്ലോ. അങ്ങനെ അപ്പോൾ ചെറിയൊരു ചാറോട് കൂടിയിട്ടാണ് എടുത്തത്. ചിക്കൻ കഴുകി ഞാൻ വെള്ളം വാലാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക്. അപ്പോഴേക്കും നമ്മുടെ മസാലകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ ഇട്ട് കൊടുക്കുക, കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക വേണ്ടോ. അപ്പോഴേക്കും കണ്ടില്ലേ തക്കാളി പിന്നെ ഞാൻ വല്ലാണ്ടാക്കാൻ നിന്നില്ല കേട്ടോ. ഇപ്പോഴത്തെ തക്കാളി എന്ന് പറയുന്നത് ഉടയണില്ല അങ്ങോട്ട്, അതിനൊരു പ്രത്യേക ഒരു കട്ടി പോലെയാണ് തോന്നണേ. തൊലിക്കൊക്കെ ഭയങ്കര കട്ടി. അപ്പോൾ പിന്നെ ഇനി ചിക്കൻ വേവണോടുകൂടി അത് വെന്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ചു കേട്ടോ. അപ്പോൾ മൂടി വെച്ചാൽ പിന്നെ എന്തായാലും ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, വേറെ വെള്ളമൊന്നും ഒഴിച്ചില്ല. അങ്ങനെ മൂടി വെച്ച് സംസാരിക്കുന്നതിലൊരു തട്ടലും തടവലൊക്കെ ഉണ്ട് അല്ലേ. അത് ഞാൻ പറഞ്ഞില്ലേ, ചുമയുണ്ട് പിന്നെ ക്ഷീണമുണ്ട്. അപ്പോൾ ചെറിയൊരു ശ്വാസം മുട്ടൽ പോലെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. 10 മിനിറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കല്ലേ. നിർത്തി സംസാരിച്ചാൽ എനിക്കത് അങ്ങോട്ട് പറയാനും കിട്ടില്ല എന്താണെന്ന് വെച്ചാൽ. പിന്നെ അത് ആദ്യത്തിനും എല്ലാവരും എടുത്തു ഓരോ കഷ്ണമൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ആയിട്ടില്ലല്ലോ. അപ്പോൾ ഇടവേളകളിൽ കഴിക്കാൻ മാമ്പഴം എന്ന് പറഞ്ഞ മാതിരി ചേട്ടൻ അവിടെ മാങ്ങ ചെത്തുന്നുണ്ട്. അപ്പോൾ അത് ഓരോ പീസ് കഴിച്ചു. പിന്നെ എല്ലാവരും ഈ 2 പീസ് ചിക്കനും കുറച്ച് ചാറും ഓരോ വെള്ളയപ്പൊക്കെ എടുത്തുകൊണ്ട് പോയി അതിനിടയ്ക്ക് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാതും ഈ 2 കഷ്ണം എടുത്തിട്ട് അവസാനമായപ്പോഴേക്കും ചിക്കൻ കുറഞ്ഞു തുടങ്ങി. അതിന് പിന്നെ കുഴപ്പമില്ലല്ലോ, ഇഷ്ടത്തിന് കഴിക്കുമ്പോഴല്ലേ നമുക്ക് അതിനെപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പിന്നെ വേവണം എന്നൊന്നും ഞാൻ നിർബന്ധിക്കാറൊന്നുമില്ല. മല്ലിയില ഇട്ടു അവസാനം. പക്ഷേ എനിക്ക് എന്താവോ ഇപ്പോഴത്തെ ഒരു ആ പനി മാറിയതിൻ്റെ ആണെന്ന് തോന്നുന്നു മല്ലിയിലയുടെ സ്മെല്ല് ഇന്ന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അത് കാരണം തന്നെ ചിക്കൻ അങ്ങോട്ട് കടിക്കുമ്പോൾ ആ മല്ലിയിലൊക്കെ പറക്കി മാറ്റിയിട്ടാണ് ഞാൻ കഴിച്ചത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടി ഞങ്ങൾ ചോറൊക്കെ എടുത്തുകൊണ്ട് പോയി ഇങ്ങോട്ട് അവിടെ ഇരുന്ന് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് എഴുതാനൊന്നും മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ, ബുധനാഴ്ച